ഹലോ വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റായ ട്രയൽസ് ആൻഡ് ട്രയംസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നാൽ പരീക്ഷണങ്ങളും വിജയങ്ങളും എന്നാണ്. താഴെ ഒരു കോട്ട് നൽകിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. ദ ലിറ്റിൽ പ്രിൻസ്. ഹൃദയം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ശരിയായി കാണാൻ കഴിയൂ, അത്യാവശ്യമായതൊന്നും കണ്ണുകൾക്ക് കാണാനാകില്ല. ബൈ ദി ലിറ്റിൽ പ്രിൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എഴുതിയിട്ടുള്ള വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധൻ എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നോൺ. ഉച്ച സമയത്ത് പോലും വെളിച്ചം വളരെ കുറവായിരുന്നു. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. പലായോ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്തിൻ്റെ പിറകിൽ എന്താണ് അനങ്ങുന്നതെന്നും മൂളിക്കരയുന്നതെന്നും വ്യക്തമായി കാണാൻ അവന് ബുദ്ധിമുട്ടായിരുന്നു. He had to go very close to see that it was an old man, a very old man. അതൊരു വൃദ്ധനാണെന്ന്, വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ അവന് വളരെ അടുത്തു ചെല്ലേണ്ടി വന്നു. The man was lying face down in the mud. ആ മനുഷ്യൻ ചെളിയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. ആവത് ശ്രമിച്ചിട്ടും തൻ്റെ ഭീമാകാരമായ ചിറകുകൾ തടസ്സമായി നിന്നതിനാൽ ആ മനുഷ്യന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. Frightened by the sight, Pelayo ran to get Elisenda, his wife. ഈ കാഴ്ച കണ്ട് ഭയന്നുപോയ പെലായോ തൻ്റെ ഭാര്യയായ എലിസെന്തയെ വിളിക്കാനായി ഓടി. ഷീ വാസ് പുട്ടിങ് കോംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവൾ അവളുടെ അസുഖബാധിതനായ കുഞ്ഞിന് നനഞ്ഞ തുണി വെച്ചു കൊടുക്കുകയായിരുന്നു. ഹീ ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അവൻ അവളെ മുറ്റത്തിൻ്റെ പിൻഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അവർ രണ്ടുപേരും നിലത്ത് വീണു കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ആ മനുഷ്യൻ ഒരു ആക്രി പെറുക്കുന്നവനെ പോലെയാണ് വസ്ത്രം ധരിച്ചിരുന്നത്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. കഷണ്ടിയിൽ വെളുത്തു തുടങ്ങിയ കുറച്ച് രോമങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വായിലാകട്ടെ വളരെ കുറച്ചു പല്ലുകളും. His pitiful condition seemed that of a ട്രൻസ്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അവൻ്റെ ആ പരിതാപകരമായ അവസ്ഥ കണ്ടാൽ മഴയത്ത് നനഞ്ഞുപോയ ഒരു മുത്തശ്ശനെ പോലെ തോന്നുമായിരുന്നു. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഇത് അവനുണ്ടാക്കിയിരുന്ന എല്ലാവിധ ഗാംഭീര്യത്തെയും ഇല്ലാതാക്കി. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്കഡ് വെർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. അവൻ്റെ വലിയ കഴുകൻ ചിറകുകൾ വളരെ അഴുക്കു പിടിച്ചതും പകുതിയോളം തൂവലുകൾ കൊഴിഞ്ഞു പോയതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചിറകുകൾ ചെളിയിൽ കുടുങ്ങിപ്പോയി. ഹ്യൂജ് ബസാർഡ് വിങ്സ് എന്നാൽ ഒരു വലിയ പരുന്തിൻ്റെയോ കഴുകൻ്റെയോ പോലെയുള്ള ചിറകുകളാണ്. ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്കഡ്, അഴുക്കായതും പകുതി തൂവലുകൾ പോയതുമായ അവസ്ഥ. എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്, ചെളിയിൽ കുടുങ്ങി പിണഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ. They looked at him so long and so closely that Pelayo and Elisenda very soon overcome their surprise. പെലായോയും എലിസണ്ടയും അദ്ദേഹത്തെ വളരെ അടുത്തു നിന്നും അകലെ നിന്നും നോക്കി നിന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അത്ഭുതം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. In the end they found him familiar. ഒടുവിൽ അവർക്ക് അദ്ദേഹം പരിചിതനായി തോന്നി. Then they dared speak to him. പിന്നീട് അവർ അദ്ദേഹത്തോട് സംസാരിക്കാൻ ധൈര്യം കാണിച്ചു. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. ഒരു കപ്പൽക്കാരൻ്റെ ശക്തമായ ശബ്ദത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ ഒരു പ്രാദേശിക ഭാഷയിലാണ് അദ്ദേഹം മറുപടി നൽകിയത്. They concluded that he was a lonely coastway from some foreign ship wrecked by the storm. കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്ന ഏതോ ഒരു വിദേശ കപ്പലിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു പാവം യാത്രികനാണ് അദ്ദേഹമെന്ന് അവർ നിഗമനത്തിലെത്തി. Then they called in a neighbor woman to see him. തുടർന്ന് അദ്ദേഹത്തെ കാണാൻ അവർ അയൽപക്കത്തെ ഒരു സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്നു. All she needed was one look to show them their mistake. അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആ സ്ത്രീക്ക് ഒരു നോട്ടം മാത്രം മതിയായിരുന്നു. He's an angel, she told them. ഇദ്ദേഹം ഒരു മാലാഖയാണ്, അവൾ അവരോട് പറഞ്ഞു. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. അദ്ദേഹം ആ കുട്ടിക്ക് വേണ്ടി വന്നതായിരിക്കണം, എന്നാൽ ഈ പാവ മനുഷ്യന് പ്രായം ചെന്നതുകൊണ്ട് മഴയത്ത് വീണുപോയതാണ്.
On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. തൊട്ടടുത്ത ദിവസം ചോരയും നീരുമുള്ള ഒരു മാലാക പെലായുടെ വീട്ടിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആർമഡ് വിത്ത് ഹിസ് ബെയ്ലീഫ് ക്ലബ്. തൻ്റെ ബെയ്ലീഫ് വടിയുമേന്തി പെലായോ അടുക്കളയിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് മുഴുവൻ അയാളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. Before going to bed, he dragged him out of the mud and locked him up with the hens in the kitchen coop. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൻ അയാളെ ചെളിയിൽ നിന്ന് വലിച്ചിഴച്ച് കോഴിക്കൂട്ടിലെ കോഴികളോടൊപ്പം പൂട്ടിയിട്ടു. A short time afterward, the child woke up without a fever and with a desire to eat. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പനിയില്ലാതെ ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ ഉണർന്നു. Then they felt magnanimous. അപ്പോൾ അവർക്ക് വലിയ ഉദാരമനസ്കത തോന്നി. They decided to put the angel on a raft with the fresh water and provisions for 3 days and leave him to his fate on the high seas. അവർ ആ മാലാകയെ ശുദ്ധജലവും 3 ദിവസത്തേക്കുമുള്ള ഭക്ഷണ സാധനങ്ങളുമായി ഒരു ചങ്ങാട്ടത്തിലാക്കി ഉൾക്കടലിലെ സ്വന്തം വിധിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. എന്നാൽ പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചത്തിൽ അവർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അയൽപ്പക്കത്തുള്ളവരെല്ലാം കോഴിക്കൂടിന് മുന്നിൽ ആ മാലാകയെ വെച്ച വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടു. The visitors were tossing him things to eat through the opening in the coop. വന്നവർ കൂട്ടിലെ വിടവുകളിലൂടെ അയാൾക്ക് തിന്നാൻ എന്തൊക്കെയോ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. It was as if he weren't a supernatural creature but a circus animal. അയാൾ ഒരു അമാനുഷിക ജീവിയല്ല, മറിച്ച് ഒരു സർക്കസ് മൃഗമാണെന്ന രീതിയിലായിരുന്നു അത്. The news of the captive angel spread with great rapidity. തടവിലാക്കപ്പെട്ട മാലകയുടെ വാർത്ത വളരെ വേഗത്തിൽ പ്രചരിച്ചു. After a few hours, the courtyard had the bustle of a marketplace. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ മുറ്റം ഒരു ചന്ത സ്ഥലത്തെ പോലെ തിരക്കുള്ളതായി മാറി. The couple had to call in troops to disappear the mob. ആ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ദമ്പതികൾക്ക് സൈന്യത്തെ വിളിക്കേണ്ടി വന്നു. They got the idea of fencing in the yard and charging 5 cents for admission to see the ഏഞ്ചൽ. മുറ്റത്തിന് ചുറ്റും വേലി കെട്ടാനും മാലാകയെ കാണുന്നതിനുള്ള പ്രവേശനത്തിന് 5 സെന്റ് ഈടാക്കാനും അവർക്കൊരു ബുദ്ധി തോന്നി. ദ ക്യൂരിയസ് കം ഫ്രം ഫാർ എവേ. കൗതുകം പൂണ്ട ആളുകൾ ദൂരദിക്കുകളിൽ നിന്ന് പോലും എത്തിച്ചേർന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കം ഇൻ സെർച്ച് ഫോർ ഹെൽത്ത്. ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യവന്മാരായ രോഗികൾ ആരോഗ്യം തേടി അവിടെ എത്തി. പെലായോ ആൻഡ് എലിസെൻഡ were happy with the fatigue. പെലായോയും എലിസെൻഡയും ആ ക്ഷീണത്തിലും സന്തോഷഭരിതരായിരുന്നു. In less than a week they had crammed their rooms with money. ഒരാഴ്ചക്കുള്ളിൽ തന്നെ തങ്ങൾ അവരുടെ മുറികളിൽ പണം കൊണ്ട് നിറച്ചു. Still the line of pilgrims wait their run to enter reached beyond the horizon. എന്നിട്ടും അകത്തേക്ക് പ്രവേശിക്കാൻ തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ നിര ചക്രവാളത്തിനപ്പുറം വരെ നീണ്ടിരുന്നു. The angel was the only one who took no part in his own act. സ്വന്തം പ്രകടനത്തിൽ ഒട്ടും പങ്കുചേരാതിരുന്ന ഏക വ്യക്തി ആ മാലാക മാത്രമായിരുന്നു. He spent his time trying to get comfortable in his borrowed nest. കടമെടുത്ത തൻ്റെ കൂട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടാണ് അയാൾ സമയം ചിലവഴിച്ചത്. At first, they tried to make him eat some mothballs. ആദ്യമൊക്കെ അവർ അയാളെ കൊണ്ട് കുറച്ച് ചിതൽ ഗുളികകൾ, പാറ്റ ഗുളികകൾ കഴിപ്പിക്കാൻ ശ്രമിച്ചു. But he ate nothing but eggplant mush. എന്നാൽ വഴുതനങ്ങ ഉടച്ചതല്ലാതെ മറ്റൊന്നും അയാൾ കഴിച്ചില്ല. His only supernatural virtue seemed to be patience. ക്ഷമ മാത്രമായിരുന്നു അയാളുടെ ഏക അമാനുഷിക ഗുണമെന്ന് തോന്നിച്ചത്. He was quite patient when the hens pecked at him, searching for the parasites in his wings. കോഴികൾ അയാളുടെ ചിറകിലെ പരാദങ്ങളെ തിരഞ്ഞുകൊണ്ട് കൊത്തിയപ്പോഴും അയാൾ തികച്ചും ശാന്തനായിരുന്നു. He was patient again when the cripples pulled out his feathers to touch their limbs with. അംഗവൈകല്യമുള്ളവർ തങ്ങളുടെ കൈകാലുകളിൽ മുട്ടിക്കാനായി അയാളുടെ തൂവലുകൾ പിഴുതെടുത്തപ്പോഴും അയാൾ ക്ഷമയോടെയിരുന്നു. He remained patient when even the most merciful threw stones at him. ഏറ്റവും കാരുണ്യമുള്ളവർ പോലും തൻ്റെ നേരെ കല്ലെറിഞ്ഞപ്പോഴും അയാൾ ക്ഷമ കൈവിട്ടില്ല.
After all, they were only trying to get him to rise so that they could see him standing. എന്തു തന്നെയായാലും അയാൾ എഴുന്നേറ്റു നിൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് അവർ അയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. It so happened that during those days there arrived in the town a travelling show. ആ ദിവസങ്ങളിൽ ആ നഗരത്തിൽ ഒരു സഞ്ചാര പ്രദർശനം എത്തിച്ചേരുകയുണ്ടായി. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. ഇടിമിന്നലിൻ്റെ ആഘാതത്താൽ ചിലന്തിയായി മാറിപ്പോയൊരു സ്ത്രീയായിരുന്നു അതിലെ പ്രധാന ആകർഷണം. The admission fee to see her was less than the fee to see the angel. അവളെ കാണാനുള്ള പ്രവേശന ഫീസ് മാലാഖയെ കാണുന്നതിനുള്ള ഫീസിനേക്കാൾ കുറവായിരുന്നു. So the people flocked to see her. അതിനായി അവളെ കാണാനായി ജനങ്ങൾ കൂട്ടത്തോടെ ഇരച്ചെത്തി. They were also permitted to ask her all manner of questions about her absurd state. അവളുടെ വിചിത്രമായ അവസ്ഥയെക്കുറിച്ച് എല്ലാത്തരം ചോദ്യങ്ങളും ചോദിക്കാനും അവർക്ക് അനുവാദമുണ്ടായിരുന്നു. The owners of the house had no reason to lament. ആ വീടിൻ്റെ ഉടമസ്ഥർക്ക് ദുഃഖിക്കേണ്ടതായ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. With the money they saved, they built a 2-story mansion with balconies and gardens. അവർ സമ്പാദിച്ച പണം കൊണ്ട് ബാൽക്കണികളും തോട്ടങ്ങളുമുള്ള ഒരു 2-നില മാളിക അവർ പണിതു. It also had high netting so that crabs wouldn't get in during the winter, and iron bars on the windows so that angels wouldn't get in. ശീതകാലത്ത് ഞണ്ടുകൾ അകത്തു കടക്കാതിരിക്കാൻ ഉയർന്ന വലകളും മാലാഖമാർ അകത്തു കടക്കാതിരിക്കാൻ ജനലുകളിൽ ഇരുമ്പ് കമ്പികളും അതിലുണ്ടായിരുന്നു. Pelayo also set up a rabbit warren and gave up his job as a bailiff for good. ബെയിലിഫ് എന്നാൽ കോടതി ഉദ്യോഗസ്ഥനാണ്. ആ ജോലി പെലായോ ഒഴിവാക്കുകയും ഒരു മുയൽ കൂട് അല്ലെങ്കിൽ മുയൽ വളർത്തു കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു. എലിസെൻഡ ബോർഡ് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡസെന്റ് സിൽക്ക്. എലിസെൻഡ കുറച്ച് സാറ്റിൻ പമ്പ് എന്നാൽ ഹീൽസ് ഉള്ള ചെരുപ്പുകൾ വാങ്ങി, കൂടെ ഉയർന്ന ഹീലുള്ളവയും തിളങ്ങുന്ന പട്ടുനൂൽ കൊണ്ടുള്ള നിരവധി വസ്ത്രങ്ങളും വാങ്ങി. The chicken coop was the only thing that didn't receive any attention. ഇവിടെ കോഴിക്കൂടിന് മാത്രമാണ് യാതൊരുവിധ പരിഗണനയും ലഭിക്കാതിരുന്നത്. The dung heap stench from the coop was turning the new house into an old one. കൂട്ടിലെ കാഷ്ടകൂമ്പാരത്തിനുള്ളിൽ നിന്നുള്ള ദുർഗന്ധം ആ പുതിയ വീടിനെ ഒരു പഴയ വീടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. At first, when the child learned to walk, they were careful that he did not get too close to the coop. ആദ്യമൊക്കെ കുട്ടി നടക്കാൻ പഠിച്ച സമയത്ത് അവൻ കോഴിക്കൂടിന് അധികം അടുത്തേക്ക് പോകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ബട്ട് ദെൻ ദേ ബിഗെയിൻ ടു ലോസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ. എന്നാൽ പിന്നീട് അവരുടെ പേടി മാറാൻ തുടങ്ങുകയും അവർ ആ മണവുമായി പൊരുത്തപ്പെടുകയും ചെയ്തു. Before the child got his second teeth, he had gone inside the chicken coop to play as the wires were falling apart. കുട്ടിയുടെ രണ്ടാമത്തെ പല്ലുകൾ വരുന്നതിന് മുമ്പ് തന്നെ കമ്പിവേലികൾ തകർന്നു കിടന്നിരുന്നതിനാൽ അവൻ കളിക്കാൻ വേണ്ടി കോഴിക്കൂടിനുള്ളിൽ കയറുമായിരുന്നു. They both came down with the chicken pox at the same time. ഒരേ സമയത്ത് തന്നെ അവർക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് ബാധിക്കുകയും ചെയ്തു. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. ആ കുട്ടിയെ പരിചരിച്ച ഡോക്ടർക്ക് ആ മാലാഖയുടെ ഹൃദയമിടിപ്പ് കേൾക്കാനുള്ള പ്രേരണതയെ ചെറുക്കാൻ കഴിഞ്ഞില്ല. He found so much whistling in the heart and so many sounds in the kidneys. ഹൃദയത്തിൽ വലിയൊരു വിസിലടിയും വൃക്കകളിൽ അത്രയധികം ശബ്ദങ്ങളും അദ്ദേഹം കണ്ടെത്തി. What surprised him most, however, was the logic of his wings. എന്നാൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അവൻ്റെ ചിറകുകളുടെ യുക്തിയായിരുന്നു. They seemed so natural on that completely human organism. പൂർണ്ണമായും മനുഷ്യനായ ആ ജീവിയിൽ അവ തികച്ചും സ്വാഭാവികമായി തോന്നിപ്പിച്ചു. He couldn't understand why other people didn't have them too. എന്തുകൊണ്ടാണ് മറ്റു മനുഷ്യന്മാർക്കും അവ ഇല്ലാത്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. When the child began school, the sun and rain had caused the collapse of the chicken coop. കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും വെയിലും മഴയും കാരണം കോഴിക്കൂട് തകർന്നു വീണിരുന്നു. The angel went dragging himself about here and there like a stray dying man. മരണാസന്നനായ ഒരു അനാഥനെ പോലെ ആ മാലാഖ അവിടെയും ഇവിടെയും ഇഴഞ്ഞു നടന്നു.
He seemed to be in so many places at the same time. ഒരേ സമയം തന്നെ അദ്ദേഹം പലയിടങ്ങളിലും ഉള്ളതുപോലെ തോന്നിപ്പിച്ചു. He could scarcely eat and his eyes had also become so foggy that he went about bumbling into posts. അവന് കഷ്ടിച്ചേ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കൂടാതെ അവൻ്റെ കണ്ണുകൾ അത്രമേൽ മങ്ങിപ്പോയതിനാൽ അവൻ തൂണുകളിൽ ചെന്ന് ഇടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. Pelayo threw a blanket over him and let him sleep in the shed. പെലായോ അവൻ്റെ മേൽ ഒരു പുതപ്പ് പുതപ്പിച്ചു, ഷെഡിൽ ഉറങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. Only then did they notice that he had a temperature at night. രാത്രിയിൽ അവന് പനിയുണ്ടായിരുന്നു എന്ന് അവർ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ്. They become alarmed for they thought he was going to die. അവൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതി അവർ പരിഭ്രാന്തരായി. And yet he not only survived his worst winter but seemed improved with the first sunny days. എന്നിട്ടും അവൻ തൻ്റെ ഏറ്റവും കഠിനമായ ശീതകാലത്തെ അതിജീവിക്കുക മാത്രമല്ല, ആദ്യത്തെ വെയിൽ നാളുകൾ വന്നതോടെ മെച്ചപ്പെട്ടതായി കാണപ്പെടുകയും ചെയ്തു. He remained motionless for several days in the farthest corner of the courtyard. അവൻ മുറ്റത്തിൻ്റെ ഏറ്റവും ദൂരെയുള്ള കോണിൽ ദിവസങ്ങളോളം അനക്കമില്ലാതെ കിടന്നു. At the beginning of December, some large, stiff feathers began to grow on his wings. They looked like the feathers of a scarecrow. ഡിസംബറിൻ്റെ തുടക്കത്തിൽ അവൻ്റെ ചിറകുകളിൽ വലുതും കട്ടിയുള്ളതുമായ ചില തൂവലുകൾ വളരാൻ തുടങ്ങി. അവ കാണുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തിൻ്റെ തൂവലുകൾ പോലെയാണ് കാണപ്പെട്ടത്. One morning, Elisenda was cutting some bunches of onion for lunch when a wind blew into the kitchen. ഒരു ദിവസം രാവിലെ എലിസണ്ട ഉച്ചഭക്ഷണത്തിനായി കുറച്ച് ഉള്ളി അരിയുകയായിരുന്നു. അപ്പോഴാണ് അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശിയടിച്ചത്. Then she went to the window and found the angel in his first attempts at flight. തുടർന്ന് അവൾ ജനലിനടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ആ മാലാഖ തൻ്റെ ആദ്യത്തെ പറക്കൽ ശ്രമങ്ങൾ നടത്തുന്നത് കണ്ടു. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. ആ ശ്രമങ്ങൾ വളരെ പരുങ്ങലിലായതുകൊണ്ടും വായുവിൽ ശരിയായി പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടും അവൻ ആ ഷെഡ് ഇടിച്ചു പൊളിക്കുന്ന അവസ്ഥയിലായിരുന്നു. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. എന്നാൽ അതിനുശേഷം അവന് ഉയരത്തിലേക്ക് പറന്നുയരാൻ സാധിച്ചു. എലിസെൻഡ ലെറ്റ് ഔട്ട് എ sigh ഓഫ് റിലീഫ് for herself and for him when she watched his pass over the last hours. അവൻ അവസാനത്തെ വീടുകൾക്ക് മുകളിലൂടെ കടന്നു പോകുന്നത് നോക്കി നിന്നപ്പോൾ എലിസണ്ട അവൾക്കും അവനും വേണ്ടി ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. He was holding himself up in some way with the risky flapping of a senile vulture. വാർദ്ധക്യം ബാധിച്ച ഒരു കഴുകനെ പോലെ അപകടം നിറഞ്ഞ രീതിയിൽ ചിറകടിച്ചുകൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ സ്വയം താങ്ങി നിർത്തുകയായിരുന്നു. She kept watching him even when she was through cutting the onions. ഉള്ളി അരിഞ്ഞു തീർന്നതിനു ശേഷവും അവൾ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. She kept on watching until it was no longer possible for her to see him. അവനെ കാണാതാകുന്നത് വരെ അവൾ നോക്കി നിന്നു. ഇനിയൊരു പക്ഷേ അവനെ കാണാൻ കഴിയില്ലെന്ന ചിന്തയും കടന്നുപോയിരിക്കാം. He was no longer an annoyance in her life but an imaginary dot on the horizon of the sea. അവൻ ഇനി അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമല്ലായിരുന്നു, മറിച്ച് കടലിൻ്റെ ചക്രവാളത്തിലെ ഒരു സാങ്കല്പിക ബിന്ദു മാത്രമായിരുന്നു. സോ നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്